ഹായ് ഹലോ നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് റെസ്പോൺസുകൾ ലഭിച്ചു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പാലായിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയും നിങ്ങൾ അവസാനം വരെ കണ്ട ശേഷം നിങ്ങൾക്ക് അനുകൂലിക്കാം പ്രതികൂലിക്കാം എന്ത് കമൻറ്റ് വിടാം. എല്ലാ കമൻറ്റുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഈ വീഡിയോയുടെ ആധാരം, ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാലായിലെ കേരള കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ടോബിൻ കെ അലക്സ്, അദ്ദേഹം പ്രിയപ്പെട്ട മാണി സി കാപ്പൻ MLA പാലായിലെ MLA മാണി സി കാപ്പനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് വികസനത്തെ സംബന്ധിച്ചും പ്രാദേശിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുമൊക്കെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങളോട് ശ്രീ മാണി സി കാപ്പൻ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നത്, കുറച്ച് പ്രകോപിതനായി ഈ ശ്രീ ടോബിൻ കെ അലക്സിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ ടോബിൻ കെ അലക്സ് ജില്ലാ പഞ്ചായത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ശ്രീ മാണി സി കാപ്പൻ MLA കുറച്ച് ഇകഴ്ത്തി സംസാരിച്ചു. അപ്പോൾ അതാണ്, ആ ഒരു സംസാരമാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ആധാരം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. ഞാൻ ജസ്റ്റ് ശ്രീ മാണി സി കാപ്പൻ MLA നിലവിൽ MLA ആയിരിക്കുന്ന ശ്രീ മാണി സി കാപ്പൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം ഞാനൊരു പഠനം നടത്തി നോക്കി. അദ്ദേഹം ആദ്യമായി മത്സരിച്ചത് നിയമസഭാ മത്സരത്തിൽ അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത് 2006 2006 തൊട്ട് ഈ 2021 ഇലക്ഷൻ വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം ഞാനൊന്ന് ചെക്ക് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് കിട്ടിയ റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. ഇതെന്തുവാ സാറേ ഇത് ഈ ചില ഉഴപ്പന്മാരുടെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് നോക്കുന്ന പോലെ ഉണ്ടല്ലോ. മൊത്തം ചുവന്ന മഷിയാണല്ലോ. പരാജയം 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 പരാജയം, അവസാനം 2 വിജയമുണ്ട്. ഇത് ഈ ചില ഉഴപ്പന്മാരുടെയൊക്കെ ഈ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോഴേ, ഈ ബാക്കി എല്ലാ പ്രധാന സബ്ജക്റ്റിനും തോറ്റിട്ട് ഈ അവസാനം ഈ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ജയിച്ചിരിക്കുന്ന പാസ്സായി, അതുപോലെ ഒരു പ്രോഗ്രസ് കാർഡ് നോക്കുന്ന ഒരു ഫീലാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ച് മൊത്തത്തിലുള്ളൊരു പഠനം. ഞാൻ നടത്തിയൊരു പഠനം എനിക്ക് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കിയാണ്, ആദ്യം അദ്ദേഹം മത്സരിച്ച ശ്രീ KM മാണിയോട് 2006 നിയമസഭാ ഇലക്ഷനിലാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം ഇലക്ഷനിൽ തർക്കേടില്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഓക്കെ, അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരാജയമാണിത്. പിന്നീട് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ട് പത്തനംതിട്ട പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചു. അതെനിക്ക് തോന്നുന്നത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട പാർലമെൻറ്റ് ഇലക്ഷനിലെ മത്സരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. അങ്ങനെയും ഒരു സംഭവം ഉണ്ടായി കേട്ടോ. പക്ഷേ അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. ആ ഇലക്ഷനിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നത് വെറും 4000 സംതിങ് വോട്ടുകളാണ് അദ്ദേഹത്തിന് മൊത്തം ലഭിച്ചത് ആ പത്തനംതിട്ട മണ്ഡലം പാർലമെൻറ്റ് ഇലക്ഷനിൽ. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ പ്രേരിതമായൊരു ഘടകം എന്തായിരുന്നു എനിക്കറിയത്തില്ല. അന്ന് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നത് പാലാ നിയോജകമണ്ഡലത്തിലെ ഡീലിമിറ്റേഷൻ നടക്കുന്നതിന് മുമ്പുള്ള മത്സരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പാലാ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടി ആ മണ്ഡലത്തിൽ ഉണ്ടാവണം. എന്നിട്ടും അദ്ദേഹത്തിന് ആകെപ്പാടെ ലഭിച്ചത് 4000 വോട്ടുകളാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അതിദയനീയമാണ് കേട്ടോ, അതിദയനീയമാണ്. അതും ഒരു നിയമസഭാ ഇലക്ഷനിൽ, ഒരു പുതുമുഖമല്ല, ഒരു നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച ആൾക്ക് ഇതുപോലൊരു വളരെ കുറവ് വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അതിദയനീയമെന്നേ പറയാനുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ പാലായിൽ ഡീലിമിറ്റേഷൻ ചില മണ്ഡലങ്ങൾ, പൂഞ്ഞാറിലെ ചില മണ്ഡലങ്ങൾ പാലായിലേക്ക് വരികയും ചെയ്തു. പാലായിലെ കേരള കോൺഗ്രസിൻ്റെ അതിശക്തമായ ചില മണ്ഡലങ്ങൾ കടുത്തുരുത്തി മണ്ഡലത്തിലേക്ക് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയ ആ ഒരു വിജയങ്ങൾക്ക്, ആ മുമ്പുള്ള മികച്ച വിജയങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ മണ്ഡല പുനർനിർണ്ണയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2011 തൊട്ട്, എന്നിട്ടും അദ്ദേഹം 2011 നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് LDFന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പാലായി വന്നിട്ട് പോലും വീണ്ടും അദ്ദേഹം 2011 പരാജയപ്പെട്ടു. പിന്നീട് 2016 വീണ്ടും പരാജയപ്പെടുകയാണ്. LDFന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പാലായിലേക്ക് വന്നിട്ടും അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ടും വീണ്ടും അദ്ദേഹം പരാജയപ്പെട്ടു. 4 ഇലക്ഷനുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടു. 3 നിയമസഭാ ഇലക്ഷനും 1 പാർലമെൻറ്റ് ഇലക്ഷനും. അതിനുശേഷം അദ്ദേഹം 2019 മാണിസാർ മരിച്ചതിന് ശേഷമുള്ള 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ഒന്ന് പച്ച കാണുന്നതെന്ന് പറയാം. അതുവരെ കംപ്ലീറ്റ് ഒരു 10-13 കൊല്ലമായിട്ട് അദ്ദേഹം നിരത്തി തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കാപ്പൻ സാറേ, എന്നിട്ടാണോ ഈ ഡയലോഗ് മുഴുവൻ അടിച്ചിരുന്നത്? ശ്രീ ടോബിൻ കെ അലക്സ്, അദ്ദേഹം ഒരുപാട് കാലം മുത്തോലി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നു. ആദ്യമായിട്ടൊരു ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച് തോറ്റതാണ്. എന്നിട്ട് താങ്കളുടെ ഒരു പരിഹാസം എന്നൊക്കെ പറഞ്ഞാലേ അത് ഭയങ്കരം തന്നെ കേട്ടോ. അപ്പോൾ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. അതിനുശേഷം 2021 നിയമസഭാ ഇലക്ഷനിലും ജയിച്ചു. അപ്പോൾ മൊത്തം 6 തെരഞ്ഞെടുപ്പിലാണ് ശ്രീ മാണി സി കാപ്പൻ മത്സരിച്ച്. 6 തെരഞ്ഞെടുപ്പുകളിൽ, അതിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പും 1 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും. അതിൽ അദ്ദേഹത്തിൻ്റെ വിജയം 6ൽ 4 അദ്ദേഹം പരാജയപ്പെട്ടു. 2 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് അദ്ദേഹം വിജയിച്ചത്.
അല്ല, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പറച്ചിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടാൽ അദ്ദേഹം വിജയം മാത്രം കണ്ട നേതാവെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പെരുമാറ്റമൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അദ്ദേഹത്തെ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഞാൻ ഇപ്പം ജോസ് കെ മാണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അദ്ദേഹം ഒരു 3 പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിച്ചു, 1 പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറഞ്ഞത് ജോസ് കെ മാണി എപ്പോഴും പരാജയപ്പെടുന്നു, തോക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാണി സി കാപ്പൻ എപ്പോഴും വിജയിക്കുന്നു. പക്ഷേ നമ്മൾ ഇവരുടെ 2 പേരുടെയും ഗ്രാഫ് പരിശോധിച്ചാൽ മാണി സി കാപ്പനേക്കാൾ വിജയ ശതമാനം ഉള്ളതും മാണി സി കാപ്പനേക്കാൾ മികച്ച തെരഞ്ഞെടുപ്പ് പ്രകടനം കാഴ്ചവെച്ചതും ജോസ് കെ മാണിയാണ്. അപ്പോൾ ജോസ് കെ മാണിയുടെ നമുക്കറിയാം, ജോസ് കെ മാണിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മത്സരിച്ചതെന്ന് പറഞ്ഞാൽ 2004 മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ് ആദ്യം അദ്ദേഹം മത്സരിച്ചത്. ആ മണ്ഡലത്തിൽ ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയാം, അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോവുകയുണ്ടായി. അത് ഭയങ്കര വാർത്തയായി, അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോവുകയുണ്ടായി. കനത്ത പരാജയം എന്ന് തന്നെ വിശേഷിക്കേണ്ടി വരും. അതിനുശേഷം 2009 അദ്ദേഹം കോട്ടയം പാർലമെൻറ്റിലേക്ക് വരികയാണ്. അതുവരെ 2009 വരെ കോട്ടയം പാർലമെൻറ്റ് MP എന്ന് പറഞ്ഞാൽ ശ്രീ സുരേഷ് കുറുപ്പായിരുന്നു. ശ്രീ സുരേഷ് കുറുപ്പ് നിരവധി വർഷങ്ങളായിട്ട് കോട്ടയം പാർലമെൻറ്റിൽ വിജയിച്ച് വരികയായിരുന്നു. അതും അദ്ദേഹം സുരേഷ് കുറുപ്പ് പരാജയപ്പെടുത്തിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ PC ചാക്കോ, ഇതുപോലെ അന്ന് കോൺഗ്രസിൻ്റെ അവിഭാജ്യ നേതാക്കളായിരുന്ന, മികച്ച നേതാക്കളായിരുന്ന ആൾക്കാരെയൊക്കെയാണ് അദ്ദേഹം അതുവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ആ സുരേഷ് കുറുപ്പിനെയാണ് 2009 ജോസ് കെ മാണി പരാജയപ്പെടുത്തി കോട്ടയം സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതായത് അതുവരെ കോൺഗ്രസിൻ്റെ എല്ലാവരും മത്സരിച്ചു, നിരത്തി പരാജയപ്പെട്ടു, സുരേഷ് കുറുപ്പിനോട് നിരത്തി പരാജയപ്പെട്ടു. ജോസ് കെ മാണിയാണ് ആ സീറ്റ് 2009 കോട്ടയം പാർലമെൻറ്റ് സീറ്റ് തിരിച്ചു പിടിക്കുന്നത് UDF വേണ്ടിയിട്ട്. അതൊരു മികച്ച മുന്നേറ്റമായിട്ട് തന്നെ കാണണം. കാര്യം 2004 പാർലമെൻറ്റ് ഇലക്ഷനിൽ 3-ാം സ്ഥാനത്ത് പോയി എല്ലാവരും എഴുതി തള്ളിയിട്ടും 2009 ഇതുപോലൊരു മികച്ച മുന്നേറ്റം, ഇതുപോലൊരു തിരിച്ചുവരവ് കോട്ടയം മണ്ഡലത്തിലൂടെ നടത്തുകയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മികച്ച പ്രകടനം തന്നെയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 80,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് 2009. അതിനെ തുടർന്ന് അദ്ദേഹം മികച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നേറി. പിന്നീട് 2014 പാർലമെൻറ്റ് ഇലക്ഷൻ, ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ വളരെ മികച്ച ഭൂരിപക്ഷം ശ്രീ ജോസ് കെ മാണി നേടുകയുണ്ടായി. ആ 80,000-ൽ നിന്ന് എനിക്കൊന്ന് 1,20,000-ൽ പരം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം 2014 തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പ്രകടനം, അതായത് കഴിഞ്ഞ വട്ടത്തേക്കാൾ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. വളരെ മികച്ച ഒരു ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം 2014 കോട്ടയം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു. അതിനുശേഷം പിന്നീട് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായി, ചില കോളിളക്കങ്ങളുണ്ടായി. KM മാണി സാറിൻ്റെ മരണത്തോടുകൂടി കേരള കോൺഗ്രസ് രണ്ടും സ്പ്ലിറ്റായി. ജോസഫ് ഗ്രൂപ്പ് വേറെ പോയി. പാലായിലെ ചില നേതാക്കൾ, പാലായിലും മറ്റും ഉള്ള ചില നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ഒരുപാട് മോശം സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ 2021 പാലാ നിയോജകമണ്ഡല ഇലക്ഷനിൽ ജോസ് കെ മാണി വീണ്ടും ശ്രീ മാണി സി കാപ്പനോട് തന്നെ പരാജയപ്പെടുകയുണ്ടായി. പക്ഷേ ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനം അപ്പോഴും ശ്രീ മാണി സി കാപ്പനേക്കാൾ വളരെയധികം മെച്ചമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം 4 ഇലക്ഷനുകളിൽ ടോട്ടൽ മത്സരിച്ചു. ജോസ് കെ മാണി 4 മെയിൻ ഇലക്ഷനുകളിൽ മത്സരിച്ച് 2 ഇലക്ഷനുകളിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. ആ 2 ഇലക്ഷനുകളിൽ മത്സരിച്ചതിൻ്റെ 2-ാം തവണ കൂടുതൽ മികച്ച ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നൊരു പ്രധാന കാര്യമുണ്ട്. അത് മിസ്റ്റർ മാണി സി കാപ്പൻ, ശ്രീ മാണി സി കാപ്പൻ MLA മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നിനെയും നമ്മൾ അങ്ങനെ പരിഹസിക്കാൻ പാടില്ല. ഒരു നിയമസഭാ മണ്ഡലങ്ങളും ആരുടെയും കുത്തകയല്ല, ഒരു നേതാവിൻ്റെയും കുത്തകയല്ല. ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളെ മാനിക്കുക. ഒരിക്കലും ആ മണ്ഡലം എൻ്റേതാണ്, ആ മണ്ഡലം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, ജോസ് കെ മാണി വന്നാലും വിട്ടുകൊടുക്കുകയില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അത് താങ്കൾ മനസ്സിലാക്കുക. താങ്കളുടെ അഹങ്കാരം വെടിയുക. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് പാലാ നിയോജകമണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റുള്ളവർ ചെയ്തത് അതേപടി ചുരണ്ടി തൻ്റേതാക്കി ഫ്ലെക്സ് അടിച്ച്, അത് ഭയങ്കര മോശം പരിപാടിയാണ്. പാലായ്ക്ക് മുമ്പ് ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു, വളരെ ജെന്റിൽമാനായിട്ടുള്ള ഒരു ജനനേതാവ് പാലായ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ താങ്കളൊന്ന് മാതൃകയാക്കുന്നത് നല്ലതാണ്. സ്വന്തമായി എന്തെങ്കിലും പദ്ധതികളൊക്കെ പാലായ്ക്ക് കൊണ്ടുവരിക, എന്നിട്ട് അന്തസ്സായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എളിഞ്ഞു നിൽക്കുക, അത് തുറന്ന് പറയുകയും ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ കൊണ്ടുവന്ന പദ്ധതികൾ കോപ്പി അടിച്ച് തൻ്റേതാക്കി ഞാൻ കൊണ്ടുവന്നതാണ് മറ്റേത്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം, താൻ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ജോസ് കെ മാണി മുടക്കുന്നു, LDF ഗവൺമെൻറ്റുമായിട്ട് ഇടപെടൽ നടത്തി ജോസ് കെ മാണി മുടക്കുന്നു എന്നുള്ള വളരെ ദയനീയമായ ചില കമൻസൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീ KM മാണി 55 വർഷത്തോളം പാലായിൽ MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നു. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും അദ്ദേഹം പാലായിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ജനപ്രതിനിധിയുടെ കഴിവാണ്. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരിക്കുക എന്നുള്ളതല്ല പോയിന്റ്. തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ കഴിവാണ്. അപ്പോൾ അവിടെ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം മുടക്കുന്നു, അത് തന്നെ ഒരു MLAയുടെ കഴിവുകേടാന്ന് തന്നെ പറയണം. അതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ കഴിവുകേട്. സോ പ്രിയപ്പെട്ട മാണി സി കാപ്പൻ MLAയോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ.
താങ്കൾ ദയവ് ചെയ്ത് താങ്കളുടേതായ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരിക, അതിനുവേണ്ടി പരിശ്രമിക്കുക, എന്നിട്ട് സ്വയം ഉയരുക, സ്വയം പ്രകീർത്തിക്കുക. അതാണ് വേണ്ടത്. ഈ അനാവശ്യമായ ഈ കളിയാക്കലുകൾ, ഹറാസ്മെൻറ്റ്സ് ഇതെല്ലാം ഒഴിവാക്കുക. ഒരു നല്ല ജനപ്രതിനിധി, ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ, പാലക്കാരുടെ ആ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കണമെന്ന് താഴ്മയായി താങ്കളോട് അപേക്ഷിക്കുകയാണ്. നന്ദി.